വെൽക്കം ടു ഫുഡ് ടാഗ്. നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ണയും നെയ്യൊക്കെ വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണതെന്നും ഞാൻ ചെയ്യുന്ന രീതികളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോണത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ. പിന്നെ വീഡിയോയിലേക്ക് പോണ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്നാണ് പാല് വരുന്നത്. വളരെ ശുദ്ധമായിട്ടുള്ള പശുവും പാലാണ്. 1 ലിറ്ററാണ് ഞങ്ങളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില സമയം 1.5 ലിറ്റർ ആവും, ചിലപ്പോൾ 2 ആവും. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കൂട്ടിയും കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. കവറിൽ നിന്ന് പാല് പാത്രത്തിലേക്കാക്കി അതിനുശേഷം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ പാല് പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആട കുറേ കൂടെ കൂടാനുള്ള ചാൻസും ഉണ്ട്. ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആറാൻ വയ്ക്കുക. ആറിക്കഴിഞ്ഞാൽ നമുക്ക് ആട എടുക്കാൻ പറ്റില്ല, അതങ്ങനെ പഞ്ഞി പോലെ പൊട്ടി പോവും. അതിനായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണത്. ഒരു രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആട മേലെ നല്ല തിക്കായിട്ട് കെട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓട്ടച്ചിപ്പിലുള്ള ഒരു ചട്ടുകോ അല്ലെങ്കിൽ അരിച്ചെടുത്താലും മതി. ഇതിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ഞാൻ എന്താ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ നല്ല കട്ട തൈരെടുക്കും. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഈ പാൽപ്പാടയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. അതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. താഴെ ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അത് വെണ്ണയാക്കി എടുക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തതാണ്. ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റി. അപ്പോൾ കണ്ടില്ലേ, ഇത് 1.5 മാസത്തെ പാൽപ്പാടയാട്ടോ. അടുത്ത ദിവസം വെണ്ണയാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഇതെടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം വേറെ വെണ്ണ വേറെ ആയിട്ട് നിൽക്കും. നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കണ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണേ. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ ഞാൻ നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ. അങ്ങനെ ഓരോ ബാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പാൽപ്പാട എപ്പോഴും ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം വെണ്ണയാക്കി എടുക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലർ പാൽപ്പാട ഡയറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളൊന്നും നമുക്ക് വെണ്ണയിലോ നെയ്യിലോ കിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇത്രയും മോരാണ് ബാക്കി വന്നത്. ഈ മോര് ഞാൻ മോരായിട്ട് ഉപയോഗിക്കില്ല, പക്ഷേ അവിയലോ അല്ലെങ്കിൽ മോര് കൂട്ടാനൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4-5 പ്രാവശ്യം അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് തെളിയണ ഇടം വരെ ഈ വെണ്ണ എടുത്തിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നെയ്യാക്കി എടുക്കണ സമയത്ത് ഒരുപാട് കക്കം ഉണ്ടാവില്ല എന്ന് പറയും. കുറച്ച് നേരത്തെ ശ്രമമല്ലേ ഉള്ളൂ ഇതിന്. അത് നമ്മൾ നെയ്യാക്കി കിട്ടുമ്പോഴുണ്ടാവുന്ന സന്തോഷം അത് നോക്കണ സമയത്ത് ഒന്നുമല്ല അല്ലേ. നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും ഓരോ മാസവും. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് വെയിങ് മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഒരു വെയിറ്റ് നോക്കണ ഒരു ശീലമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വെണ്ണയും നെയ്യൊക്കെ ഇങ്ങനെ വെയിറ്റ് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഏകദേശം 1 കിലോയുടെ അടുത്തുണ്ട് കേട്ടോ. 1 കിലോന് 100 ഗ്രാം കുറവ്. അപ്പോൾ അതിനി നേരെ സ്റ്റൗ ടോപ്പിൽ വെക്കുകയാണ്. സ്റ്റൗ ടോപ്പിൽ വെക്കണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെണ്ണ ഉരുക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് നെയ്യാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുത്ത് വേണം നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ സ്റ്റേജസിലും കണ്ടില്ലേ, വെണ്ണ പതുക്കെ ഉരുകി തുടങ്ങി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സിമ്മിലിടണം. അപ്പോൾ ഈ വെളുത്തതായിട്ട് കാണുന്നതൊക്കെ നല്ല ബ്രൗൺ നിറത്തിലാവണം.
എന്നാലാണ് ഇത് നെയ്യിൻ്റെ കറക്റ്റായിട്ടുള്ള പാകത്തിലെത്തുക. അപ്പോൾ ഇതാ വെളുത്ത നിറമായതൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. വീട് മുഴുവൻ ഈ സമയം നല്ല മണമായിരിക്കും കേട്ടോ. വീട്ടിൽ മാത്രമല്ല, ഉമ്മർത്ത് നിൽക്കുമ്പോഴേ മണം വരും. അത്രയ്ക്ക് മണമാണ് നമ്മുടെ ശുദ്ധമായിട്ടുള്ള നെയ്യിന്. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ആറാനായിട്ട് വയ്ക്കുക. ആ സമയം ഒന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല തെളിയായിട്ടുള്ള നെയ്യ് മുകളിലുണ്ടാവും, സെഡിമെൻറ്റ്സൊക്കെ താഴെയും. കണ്ടില്ലേ, നമ്മൾ ഇതിൽ യാതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കും, മുരിങ്ങയില ചേർക്കും, കറിവേപ്പില ചേർക്കും. ഇതൊന്നും ചേർക്കാതെ ഞാൻ വളരെ പ്യുവറായിട്ടുള്ള ഒരു നെയ്യാട്ടോ, നാച്ചുറലായിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ ഈ നെയ്യിനുള്ളത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അരിച്ചെടുക്കണത്. നെയ്യ് ഉരുക്കിയ ഉടനെ അരിക്കാനായിട്ട് നിന്നില്ല, ഒരുപാട് ഇരുട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ പിറ്റേന്നാവാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് കട്ടിയായി പോയത്. നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇത് എത്ര നാൾ പുറത്ത് വെച്ചാലും കേടേ ആവില്ല കേട്ടോ. ഞാൻ പുറത്ത് തന്നെയാണ് വെക്കാറ്, കാരണം എപ്പോഴും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ. ഓരോ പ്രാവശ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉരുക്കാനായിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് ഇത്രയും കക്കോണ ബാക്കി വന്നത്. ഇത് ഞാൻ ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ, കാരണം കുറച്ച് കട്ടിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വെള്ളമയമൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 1/2 കിലോയിലൊക്കെ കൂടുതലുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് അടച്ച് വയ്ക്കാം. അപ്പോൾ എപ്പോഴും ബട്ടറിൻ്റെ അത്ര നെയ്യ് കിട്ടാറില്ലല്ലോ. അത് നമ്മൾ ഉരുക്കി വരുന്ന സമയത്ത് കുറച്ച് അധികം കുറയും. വീട്ടിലെ വെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ കുറയും. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാനായിട്ട്, കഴിക്കാൻ അതിലേറെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.